നെക്സ്റ്റ് നമുക്ക് ചില പോയിന്റ്സ് ഓർത്തു വെക്കാം. 2 പോയിന്റ്സ്, ഒന്ന് വെക്ടറിന്റെ പർപ്പസ് എന്താണ്, ഒന്ന് ഹോസ്റ്റ് സെല്ലിന്റെ പർപ്പസ് എന്താണ്. വെക്ടറിന്റെ പർപ്പസ് മറ്റൊന്നുമല്ല മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് റീകോംബിനന്റ് DNA തയ്യാറാക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവർക്ക് മാത്രമേ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് കോപ്പീസ് ഉണ്ടാക്കുക, അതാണ് വെക്ടറിന്റെ പണി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ഹോസ്റ്റ് സെൽ? ഒരു കാര്യം കൂടി ചേർത്തോട്ടെ, ദാറ്റ് ഈസ് വെക്ടറിന്റെ പർപ്പസ് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യൽ മാത്രമല്ല, കാരിയറും കൂടിയാണ്, വെഹിക്കിൾ ആണ്. അത് ഞാൻ ഇവിടെ ചേർത്തില്ല, ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞതുകൊണ്ട് കേട്ടോ. പക്ഷെ നിങ്ങളത് എഴുതുമ്പോൾ ഓർത്തോളൂ, ഇറ്റ്സ് എ വെക്ടർ, ഇറ്റ്സ് എ വെഹിക്കിൾ. വെഹിക്കിൾ എന്ന് വെച്ചാൽ കാരിയർ ആണെന്ന് അർത്ഥം, വിച്ച് വിൽ ക്യാരി ദാറ്റ് alien DNA. സോ വെക്ടറിന്റെ ഇമ്പോർട്ടൻസ്, ഇറ്റ്സ് എ കാരിയർ ആൻഡ് ഇറ്റ് വിൽ മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ്. ഹോസ്റ്റ് സെല്ലിന്റെ പർപ്പസ് എന്താണ്? ഇറ്റ് വിൽ പ്രൊവൈഡ് റെപ്ലിക്കേഷൻ എൻസൈംസ്. അതായത് റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള എൻവയോൺമെന്റ് ഒരിക്കലാണ് ഹോസ്റ്റ് സെല്ലിന്റെ ഇമ്പോർട്ടൻസ്. അത് റെപ്ലിക്കേഷൻ എൻസൈംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ 2 പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിഫോർ റീകോംബിനേഷൻ ആൻഡ് ആഫ്റ്റർ റീകോംബിനേഷൻ ഏലിയൻ DNA വന്ന മാറ്റം ഞാൻ ടേബിൾ പോലെ നേരത്തെ പറഞ്ഞ കാര്യം ടേബിൾ പോലെ കാണിച്ചിരിക്കുകയാണ്. റീകോംബിനേഷന് മുന്നേ റെപ്ലിക്കേഷന് വേണ്ടതായിട്ടുള്ള അത് ഈ ഏലിയൻ DNA ഉണ്ടായിരുന്നില്ല. പക്ഷെ റീകോംബിനേഷൻ കഴിയുമ്പോൾ അത് വെക്ടറിൽ നിന്നും ഈ ഏലിയൻ DNA കിട്ടും. റെപ്ലിക്കേഷൻ എൻസൈം റീകോംബിനേഷന് മുന്നേ ഉണ്ടായില്ല, ബട്ട് അത് ഹോസ്റ്റ് സെല്ലിൽ നിന്നും ജീൻ ട്രാൻസ്ഫറിന് ശേഷം അതിന് കിട്ടുന്നു. അങ്ങനെ അതൊരു സക്സസ്ഫുൾ റെപ്ലിക്കേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ടേബിൾ ആക്കിയതാണ്. ഫസ്റ്റ് റീകോംബിനന്റ് DNA കൺസ്ട്രക്ഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സ്റ്റാൻലി കോഹിൻ ആൻഡ് ഹെർബർട്ട് ബോയർ ആണ് 1972 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം അന്ന് ചെയ്തത് വെക്ടറായിട്ട് സെലക്ട് ചെയ്തത് നേറ്റീവ് പ്ലാസ്മിഡ് ഓഫ് സാൽമോണെല്ല ടൈഫിമ്യൂറിയം. സാൽമോണെല്ല ടൈഫിമ്യൂറിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ പ്ലാസ്മിഡ്. ഇപ്പൊ നിങ്ങൾക്ക് പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ വെക്ടർ എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറെ ടൈം എടുത്തിട്ട് ആദ്യം എക്സ്പ്ലനേഷൻ തന്നത്. അപ്പൊ ഒരിക്കലും അത് ലാഗ് ആയില്ല എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണില്ലേ വെക്ടർ ഹോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാണ്. വെക്ടർ ആയിട്ട് ഇവിടെ എടുക്കുന്നത് കാരിയർ ഓഫ് ഏലിയൻ DNA ആയിട്ട് അന്ന് അദ്ദേഹം എടുത്തത് സാൽമോണെല്ല ടൈഫിമ്യൂറിയത്തിന്റെ പ്ലാസ്മിഡ് ആണ്. നേറ്റീവ് പ്ലാസ്മിഡ് എന്ന് വെച്ചാൽ സ്വന്തം ഓൺ പ്ലാസ്മിഡ് എന്നുള്ള അർത്ഥം. അതെടുത്തു. ദെൻ ഹോസ്റ്റ് സെല്ലായിട്ട് എടുത്തത്, ഹോസ്റ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റ്, റെപ്ലിക്കേഷന് വേണ്ടതായിട്ടുള്ള എൻവയോൺമെന്റ് ഒരുക്കിയത് അന്ന് ഇക്കോളൈ ബാക്ടീരിയ ആണ്. എസ്റ്റെറീഷ്യ കൊളൈ എന്ന് പറയുന്ന ഇക്കോളൈ ബാക്ടീരിയ ആണ് അന്ന് അദ്ദേഹം എടുത്തത്, ഹോസ്റ്റ് സെല്ലായിട്ട് എടുത്തത്. അതിനുശേഷം ഡിസൈറബിൾ ജീൻ, അദ്ദേഹം ഒരു കാര്യം റീകോംബിനേഷൻ ചെയ്ത് കോപ്പി ഉണ്ടാക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഇൻ അനദർ ബാക്ടീരിയ ആണ്. അപ്പോ നമ്മൾ നേരത്തെ ഇൻസുലിൻ വെച്ച് പറഞ്ഞില്ലേ, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസുലിൻ ആണ്, അതെനിക്ക് കോപ്പി എടുക്കണം. അന്ന് പറഞ്ഞ പോലെ സ്റ്റാൻലി കോഹിൻ ഹെർബർട്ട് ബോയറും ഫസ്റ്റ് റീകോംബിനന്റ് DNA ക്രിയേറ്റ് ചെയ്തവരാണ്. അന്ന് അവർ ചെയ്തപ്പോ ഡിസൈറബിൾ ജീനെ അവരെടുത്തത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ആണ്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോ അന്ന് അവരെന്താ ചെയ്യാൻ സാധ്യത, ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ അവര് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എടുക്കുന്നു, അത് അവർ കണ്ടെത്തുന്നു, കട്ട് ചെയ്യുന്നു. വെക്ടറായ സാൽമോണെല്ല ടൈഫിമ്യൂറിയത്തിന്റെ പ്ലാസ്മിഡിലേക്ക് DNA ലൈഗേസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇക്കോളൈ ബാക്ടീരിയ എന്ന ഹോസ്റ്റ് സെല്ലിലേക്ക് അവരതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇക്കോളൈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഒപ്പം ഈ ഒരു റീകോംബിനന്റ് DNAയും അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും, സ്വാഭാവികം. അപ്പൊ ഇത് ഒന്ന് ഓർമ്മപ്പെടുത്തി. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ടൂൾസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി. അപ്പോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ടൂൾസ് ആയിട്ട് നമ്മൾ പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ്, പോളിമറൈസ് എൻസൈം, ലൈഗേസസ്, വെക്ടേഴ്സ് ആൻഡ് ഹോസ്റ്റ് ഓർഗാനിസം. ഇവിടെ എന്താ കോമ്പീറ്റന്റ് ഹോസ്റ്റ് എന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾ അന്താളിക്കണ്ട. കോമ്പീറ്റന്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കോംബിനന്റ് DNA താല്പര്യമുള്ള ഹോസ്റ്റുകൾ, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഹോസ്റ്റിനെയാണ് നമ്മൾ കോമ്പീറ്റന്റ് ഹോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നൊരു ടോപ്പിക് പോലെ വരുന്നുണ്ട്, അപ്പൊ പറയാം. ഇതില് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് 3 ടൂൾസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയുന്നുള്ളൂ. ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈം ആണ്, പിന്നെ വെക്ടർ, പിന്നെ ഹോസ്റ്റ് ഓർഗാനിസം. ഈ 3 ടൂൾസ് ആണ് എക്സ്പ്ലെയിൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത്. ഞാനും അത്ര തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണുള്ളൂ.
ലൈഗേസസും പോളിമറേസ് എൻസൈമും ആവശ്യമുള്ള ടൂളാണ്, ബട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നേരിട്ട് നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്ന ഫസ്റ്റ് ടൂളിലേക്ക് കടക്കാം. ഇറ്റ്സ് എ മോളിക്കുലാർ സിസർ. മോളിക്കുലാർ സിസർ എന്താന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞെന്നില്ലേ? നിങ്ങൾക്ക് തന്നെ മനസ്സിൽ പറയാൻ പറ്റുന്നുണ്ടാവും. അതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇറ്റ്സ് എ സിസർ ലൈക്ക്. സിസർ ലൈക്കിലൊന്നും എക്സാമിന് എഴുതണ്ട കേട്ടോ, നിങ്ങൾ എത്ര എഴുതിയാൽ മതി. ഇറ്റ്സ് എ എൻസൈം വിച്ച് ഹെൽപ്സ് ഇൻ ദ കട്ടിങ് ഓഫ് DNA മോളിക്യൂൾ. അതുകൊണ്ട് ഇതിന് മോളിക്കുലാർ സിസർ എന്ന് വിളിച്ചു. റെസ്ട്രിക്ഷൻ എൻസൈം തന്നെയാണ് മോളിക്കുലാർ സിസേഴ്സ്. ഇത് ഒരു വലിയ ലാർജ് ക്ലാസ് ഓഫ് എൻസൈം ആണ്, ന്യൂക്ലിയേസസ്. ഞാൻ പറഞ്ഞു ASE, ഇതിൽ എൻഡ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ടെങ്കിൽ അത് എൻസൈം ആണ്. അപ്പൊ ന്യൂക്ലിയേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിക് ആസിഡുകളെ കട്ട് ചെയ്യുന്ന, ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ DNA ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. അതിനെ കട്ട് ചെയ്യുന്നവരാരോ അവരാണ് ന്യൂക്ലിയേസസ്. അപ്പോ ന്യൂക്ലിയേസസ് എന്താ പറയാ, ആ ഒരു ലാർജ് ക്ലാസ് ഓഫ് എൻസൈംസ് ആണ്. അവരുടെ കാറ്റഗറിയിലാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം വരുന്നത്. അത് എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ ഡീഗ്രേഡ്സ് ദ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ദാറ്റ് ഹോൾഡ്സ് ന്യൂക്ലിയോടൈഡ്സ് ടുഗെദർ. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അത് ബയോമോളിക്യൂൾസ് ഉള്ള ചാപ്റ്റർ ഞാൻ പഠിപ്പിക്കുമ്പോൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ന്യൂക്ലിയോടൈഡ്സ് അറിയാലോ, ഷുഗർ, ഫോസ്ഫേറ്റ് ആൻഡ് ബേസ് മൂന്നും കൂടി ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ്. അങ്ങനെയുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡ്സുകളുടെ റെപ്പിറ്റേഷനാണ് DNA എന്ന് പറയുന്നത്. അപ്പൊ അവരൊക്കെ ഒരു ബോണ്ടുമിയാണ് നിൽക്കുന്നത്, അതിനെയാണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ DNAയുടെ ഒരു പ്രധാനപ്പെട്ട ബോണ്ടാണ് ഇത്. അതിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്യുന്നൊരു എൻസൈം ആണ് ന്യൂക്ലിയേസ്. ആ ഒരു കാറ്റഗറിയിലാണ് റെസ്ട്രിക്ഷൻ എൻസൈം വരുന്നത്, നമ്മുടെ മോളിക്കുലാർ സിസേഴ്സ്. പ്രധാനമായിട്ട് രണ്ട് ക്ലാസ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം ആണ് പറയാ. ഒന്ന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസും മറ്റൊന്ന് റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസും. ആ വേർഡ് നിങ്ങൾ നോക്ക്, എക്സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ, എൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് കട്ട് ചെയ്യുന്നത് ഇന്റേണലി ആണ് കട്ട് ചെയ്യുക. റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസ് കട്ട് ചെയ്യുന്നത് എക്സ്റ്റേണലി ആണ്. അപ്പോൾ എൻഡോന്യൂക്ലിയേസ് കട്ട് ബോത്ത് സ്ട്രാൻഡ്സ് ഓഫ് DNA മോളിക്യൂൾ അറ്റ് സ്പെസിഫിക് പൊസിഷൻസ് വിത്തിൻ ദ DNA ഇൻ ബിറ്റ്വീൻ സ്പെസിഫിക് ബേസ് പെയേഴ്സ്. ഞങ്ങൾക്കൊരു പിക്ചറൈസേഷനിലൂടെ കാണിച്ചു തരാൻ നോക്കാം. അപ്പോൾ ഇതൊരു DNA ആണ്. ഇങ്ങനെ ഒരു DNA പോകുന്നുണ്ട്. ആ DNAയുടെ ടെർമിനൽ എൻഡും ഉണ്ട്, നടുഭാഗം ഉണ്ട്. അതായത് ഇതാണ് ടെർമിനൽ ഭാഗം, ഇതാണ് ഇന്റേണൽ അല്ലെങ്കിൽ ഒരു മിഡിൽ പോർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പോലത്തെ എൻസൈം ആണെങ്കിൽ അവർ കട്ട് ചെയ്യതാ ഇവിടെയാണ്, നടുക്ക് എൻഡോ ആയിട്ടാണ്. ഒരു DNAയുടെ ഇന്റേണലി ആണ് കട്ട് ചെയ്യുക. അതും രണ്ട് ഡബിൾ ഹെലിക്സിനെയും കട്ട് ചെയ്യും. ഒരു DNA സ്ട്രാൻഡ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരു DNA സ്ട്രാൻഡ് ഇങ്ങനെയും പോകുന്നുണ്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് രണ്ടുമേയും കട്ട് ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരൊറ്റ കട്ട് ചെയ്യലാണ്, ഇങ്ങനെ നടുക്ക്. ബോത്ത് സ്ട്രാൻഡ്സിനെയും കട്ട് ചെയ്യും അറ്റ് സം സ്പെസിഫിക് പൊസിഷനൊക്കെ ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ബേസ് പെയറുകളുടെ ഇടയിൽ വെച്ച് മാത്രമേ കട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ നിർബന്ധമുണ്ട്. അങ്ങനെയുള്ളവരാണ് എന്താ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് വിത്തിൻ ദ DNA ആണ്. ഒന്നെങ്കിൽ എക്സോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത് ടെർമിനൽ എൻഡിലാണ്. ടെർമിനൽ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് കട്ട് ചെയ്യുക എക്സോ, ആൻഡ് ഇവിടെയാണ് കട്ട് ചെയ്യുക എൻഡോ. ഓക്കെ, പക്ഷെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യും, ഇങ്ങനെയും കട്ട് ചെയ്യാം. സോറി മീൻസ് ഇങ്ങനെയും കട്ട് ചെയ്യാം, എന്നുവെച്ചാൽ ഇങ്ങനെയും കട്ട് ചെയ്യാം. അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. എന്നാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നടുക്കുന്ന് കട്ട് ചെയ്യും. പക്ഷെ എക്സോന്യൂക്ലിയസ് ഇങ്ങനെ ടെർമിനൽ ഭാഗത്തു നിന്നായിട്ട് ഓരോ ന്യൂക്ലിയോടൈഡ്സിനെയും റിമൂവ് ചെയ്ത് കളയും. ന്യൂക്ലിയോടൈഡ്സ് അതിനെ ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ന്യൂക്ലിയോടൈഡ്സ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഷുഗർ, ദെൻ ഒരു ഫോസ്ഫേറ്റ്, ദെൻ ഒരു ബേസ്, ഇപ്പോൾ ATGC പോലുള്ള എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും ഒരു DNA നിൽക്കുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ന്യൂക്ലിയോടൈഡിനെ ഓരോന്നായിട്ട് അവര് റിമൂവ് ചെയ്ത് കളയുന്നു. അപ്പം ഇതാണ് പറയുന്നത് എക്സോന്യൂക്ലിയസ് അങ്ങനെയാണ് ചെയ്യുന്നത്. എൻഡോന്യൂക്ലിയസ് ഒരു ഒറ്റ കട്ടിന്, ഒരു കേക്ക് കട്ട് ചെയ്യണ മാതിരി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും.
ഓക്കെ, അപ്പോൾ എൻഡോ കട്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രെച്ച് ഓഫ് DNA അങ്ങനെ തന്നെ കട്ട് ചെയ്ത് പോരും. പക്ഷെ എക്സോ കട്ട് ചെയ്യുമ്പോൾ ടിപ്പിന്ന് ഇങ്ങനെ എന്താ ഓരോന്നോരോന്നോരോന്നായിട്ട് മണി പോലെ ഇങ്ങനെ ഒരു എടുക്കും. പക്ഷെ ഏറ്റവും നല്ല റെസ്ട്രിക്ഷൻ എൻസൈമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക എൻഡോ ന്യൂക്ലിയസിനെയാണ്. റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഗുഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻഡോ ന്യൂക്ലിയസ് ആണ്. നെക്സ്റ്റ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ വിത്തിൻ ദ DNA മോളിക്യൂൾ ആണ്. ആൻഡ് ഇവർ റിമൂവ് ചെയ്യുന്നത് ഒലിഗോ ന്യൂക്ലിയോടൈഡ് ചെയിൻസിനെയാണ്. എന്ന് വെച്ചാൽ ഒരു ഒറ്റ സ്ട്രെച്ച് ഓഫ് DNA-നെയാണ് അവർ കട്ട് ചെയ്ത് മാറ്റുക. അല്ലാതെ നേരത്തെ ഞാൻ ന്യൂക്ലിയസ് പറഞ്ഞ പോലെ ഓരോന്നോരോന്നായിട്ട് ഊരിയെടുക്കല്ല ചെയ്യുന്നത്. ഒറ്റ നടുക്കൊരു കട്ട്, അതോടെ ഒരു ചെറിയൊരു ലെങ്തിലെ DNA നഷ്ടപ്പെടും. അതാണ് ഒലിഗോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഫ്രം ബോത്ത് DNA സ്ട്രാൻഡ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയും DNA ഉണ്ടെങ്കിൽ അതിൽ ഇവിടുന്നും പോവും കുറച്ച് സ്ട്രെച്ച്, ദെൻ ഇവിടുന്നും കുറച്ച് സ്ട്രെച്ച് ഓഫ് DNA പോവും. പക്ഷെ എക്സോ ന്യൂക്ലിയസ് ആണെങ്കിൽ ടെർമിനൽ എൻഡിൽ നിന്നാണ് കട്ട് ചെയ്യുക. അതായത് ഇങ്ങനെയായിട്ടൊരു DNA നിൽക്കുന്നുണ്ടെങ്കിൽ അതില് ഈ ഒരു ടെർമിനൽ എൻഡിൽ നിന്നായിട്ടാണ് അതും ഒരു സ്ട്രാൻഡ് ഓഫ് DNA-യുടെ അവിടുന്ന് മാത്രമാണ് അവര് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഓൺലി വൺ സ്ട്രാൻഡ് ഓഫ് DNA മാത്രമേ അവർ റിമൂവ് ചെയ്യുള്ളൂ. റിമൂവ് ഇൻഡിവിജ്വൽ ന്യൂക്ലിയോടൈഡ്സ്, ഓരോ ന്യൂക്ലിയോടൈഡ്സ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയും. ഇങ്ങനെ ഒരെണ്ണം ഇവിടുന്ന് അടുത്തത് അങ്ങനെ. ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ്, ലാഗാണ്. പക്ഷെ എൻഡോ ന്യൂക്ലിയസ് ആണെങ്കിൽ പെട്ടെന്ന് ഒറ്റ സ്ട്രെച്ചിൽ പണി കഴിക്കും. അടുത്തത് റെക്കഗ്നൈസ് എൻഡോ ന്യൂക്ലിയസ് ആണ്. റെക്കഗ്നൈസ് ആൻഡ് ക്ലീവ് അറ്റ് their own recognition sites which is 4 or 6 base pair length. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു റെക്കഗ്നീഷൻ സൈറ്റ് ഉണ്ട്. റെക്കഗ്നീഷൻ സൈറ്റ് എന്ന് വെച്ചാൽ തിരിച്ചറിയാനുള്ള സൈറ്റ്. അവിടെ വെച്ച് മാത്രമേ അവർ കട്ട് ചെയ്യുള്ളൂ. ആ തിരിച്ചറിയുന്ന സൈറ്റ് എന്ന് പറയുന്ന ഒരു 4-6 ബേസുകൾ ഒന്നിച്ച് ചേർത്തുണ്ടാക്കുന്ന റീജിയൻസ് ആയിരിക്കും. അവിടെ വെച്ച് മാത്രമേ അവർ കട്ട് ചെയ്യുള്ളൂ. ക്ലീവ് ചെയ്യാന്ന് വെച്ചാൽ കട്ട് ചെയ്യുക. എന്നാൽ അതേസമയം റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസ് റെക്കഗ്നൈസ് ചെയ്യുക 5' 3' എൻഡ് ഓഫ് DNA ആണ്. കാരണം അവർ ടെർമിനൽ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യുന്നവരല്ലേ, അവരൊരു DNA-യുടെ ടിപ്പാണ് തിരിച്ചറിയുക. അതാണ് 5' 3' എൻഡ് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു DNA ആണെങ്കിൽ ആ DNA-ക്ക് ഒരു 5' എൻഡ് ഉണ്ടാവും, അതുമാതിരി ഒരു 3' എൻഡ് ഉണ്ടാവും. തിരിച്ച് വീണ്ടും ഡബിൾ സ്ട്രാൻഡ് അല്ലേ, അപ്പൊ ഇവിടെയും 3' ആയിരിക്കും ആൻഡ് ഇവിടെയും 5' ആയിരിക്കും. അപ്പോൾ ഒരു എക്സോ ന്യൂക്ലിയസ് തിരിച്ചറിയുക ഈ ഒരു ഭാഗമാണ്, ഇങ്ങനത്തെ ടെർമിനൽ ഭാഗങ്ങളാണ് അവര് തിരിച്ചറിയുക. നേരെ മറിച്ച് ഒരു എൻഡോ ന്യൂക്ലിയസ് ആണെങ്കിൽ അവർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും ഒരു റീജിയൻ ഉണ്ടാവും, അത് കണ്ട വശം അവര് ക്ലീവ് ചെയ്യാൻ വരും. ഇതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് they are specific to palindromic region. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻഡോ ന്യൂക്ലിയസ് ഒരു സ്പെസിഫിക് റീജിയൻ ഉണ്ട് വിച്ച് ഇസ് 4 or 6 ബേസ് പെയർ ലെങ്ത് എന്ന്. അതാണ് പാലിൻഡ്രോമിക് റീജിയൻ എന്നാണ് വിളിക്കുക. പാലിൻഡ്രോമിക് എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടില്ലേ, മലയാളം, നൂൺ, മാഡം, നൺ, ഈ വേർഡ്സുകളിലൊക്കെ പ്രത്യേകം എന്താ, തിരിച്ചും മറിച്ചും വായിച്ചാലും ഒരേപോലെ അല്ലെ. അങ്ങനത്തെ ചില റീജിയൻസ് പാലിൻഡ്രോമിക് ആയിട്ടുള്ള റെക്കഗ്നീഷൻ റീജിയൻസ് ഈ ഒരു എൻഡോ ന്യൂക്ലിയസിനുണ്ട് അത്ര. അത് വെച്ചിട്ടാണ് ഇവർ തിരിച്ചറിയുക, എനിക്ക് കട്ട് ചെയ്യാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്, എനിക്ക് ഇനി കട്ട് ചെയ്യാം എന്ന് തിരിച്ചറിയുന്നത്. പക്ഷെ റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസിന് അങ്ങനെ ഒരു പാലിൻഡ്രോമിക് റീജിയൻ ഇല്ല. ഇനി ഒരു 2 വാക്ക് ഞാൻ പറയട്ടെ. സ്റ്റാഗേർഡ് കട്ടും പിന്നെന്താ ബ്ലണ്ട് എൻഡ് കട്ടും. ഓക്കെ, ഇത് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഇവരുടെ കട്ടിങ് രീതി എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ പറയാം. സ്റ്റാഗേർഡ് കട്ട് എന്ന് പറഞ്ഞാൽ എൻഡോ ന്യൂക്ലിയസിന് രണ്ടും പറ്റും. They can make staggered cut and they can also make blunt end cut. Staggered cut എന്ന് വെച്ചാൽ they form sticky ends അല്ലെങ്കിൽ cohesive ends, അല്ലെങ്കിൽ അതൊരു സിഗ്സാഗ് ഫാഷനിലുള്ള ഒരു കട്ടിംഗ് ആണ്. സിഗ്സാഗ് ഫാഷനിലുള്ള കട്ടിംഗ് ആണ്. ആൻഡ് they can also make blunt end cutting അല്ലെങ്കിൽ ലീനിയർ കട്ട് എന്ന് പറയും. ഓക്കെ, ലീനിയർ കട്ട്. അപ്പൊ നിങ്ങൾക്കൊന്ന് വ്യക്താക്കി തരാം. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ഡബിൾ സ്ട്രാൻഡ് DNA പോകുന്നുണ്ട്. ആ ഒരു ഡബിൾ സ്ട്രാൻഡ് DNA ഞാൻ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടാ, ഇപ്പോൾ
സപ്പോസ് ഒരു കളർ എടുക്കട്ടെ. ഓക്കെ, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു, അതായത് ഇങ്ങനെ 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 കട്ട് ചെയ്താൽ അതെന്തായി? അതാണ് സ്റ്റാഗേർഡ് കട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവുന്ന DNA എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ പകുതി മാത്രം ഇങ്ങനെ, ബാക്കി പകുതി എടുത്ത് മാറ്റിയ പോലെ ആയിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഇതാണ് സ്റ്റിക്കി എൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. നെക്സ്റ്റ് സ്ലൈഡിൽ വിത്ത് പിക്ചർ ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ സിഗ്സാഗ് ഫാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സിഗ്സാഗ് രൂപത്തിൽ ഉള്ള കട്ടിങ്. ഇതാണ് സ്റ്റാഗേർഡ് കട്ട്. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സ്റ്റിക്കി എൻഡ്സ് അല്ലെങ്കിൽ കൊഹീസീവ് എൻഡ്സ്. പക്ഷെ എക്സോന്യൂക്ലിയസ് എപ്പോഴും ഇതുപോലെയുള്ള കട്ടിങ് ആണ് ഫോളോ ചെയ്യുക, സ്റ്റിക്കി കട്ട് അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ് കട്ടിങ്, സ്റ്റാഗേർഡ് കട്ടിങ്. പക്ഷെ എൻഡോന്യൂക്ലിയസ് ബ്ലണ്ട് എൻഡ് കട്ടിങ് ആണ് ഫോളോ ചെയ്യുക. ബ്ലണ്ട് എൻഡ് കട്ടിങ് എന്ന് പറഞ്ഞാൽ, ബ്ലണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു DNA ഡബിൾ സ്ട്രാൻഡ് ആണെങ്കിൽ അതിനെ ഇങ്ങനെ ഒറ്റയടിക്ക് കട്ട് ചെയ്യുക. അപ്പോ എന്താ, ലീനിയർ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ലീനിയർ ആയിട്ട് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്ത പോലെ, നമ്മളൊരു കേക്ക് മുറിക്കണ പോലെ കട്ട് ചെയ്യുക. അതിനാണ് ബ്ലണ്ട് എൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും എക്സോന്യൂക്ലിയസിന് ബ്ലണ്ട് എൻഡ് കട്ടിങ് ഇല്ല. ദേ ഹാവ് നോ ബ്ലണ്ട് എൻഡ് കട്ടിങ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈവൻ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിൽ മുഴുവൻ ഇത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറെ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് നോക്കി പോയിക്കോളൂ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ ഒന്ന് ഇക്കോ ആർബൺ, വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇക്കോ ആർബൺ. ഹിൻഡ് 3, ബാം H1, ടാക് 1 ഇവരൊക്കെ സ്റ്റിക്കി എൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ്, അതായത് സ്റ്റാഗേർഡ് ക്ലീവേജ് നടത്തുന്ന റെസ്ട്രിക്ഷൻ എൻസൈമാണ്. ALU1 എന്ന് പറയുന്നത് ബ്ലണ്ട് എൻഡിൽ കട്ട് ചെയ്യുന്നവരാണ്, ബ്ലണ്ട് എൻഡ് ആയിട്ട് കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. കുറച്ച് എക്സാമ്പിൾസ് തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. ദെൻ BAL31, എക്സോന്യൂക്ലിയസ് 1, എക്സോന്യൂക്ലിയസ് 2 ആൻഡ് എക്സോന്യൂക്ലിയസ് 3 ഇതൊക്കെ എക്സോന്യൂക്ലിയസിനുള്ള എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് ഈ എൻസൈമിന്റെ പേര് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. അതെന്താ ഇങ്ങനെ, ഇതെങ്ങനെ പഠിക്കുക, അതെന്താ ഇങ്ങനത്തെ ഒരു പേര് വന്നത്? അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കും ഇനി വരുന്ന സ്ലൈഡിൽ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ടേബിൾ ഒന്ന് പഠിക്കാം. നെക്സ്റ്റ് എത്തിപ്പോയി, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു പിക്ചറാണ്. പാലിൻഡ്രോമിക് സീക്വൻസ് എന്താന്ന് മനസ്സിലാക്കാത്തവര് അല്ലെങ്കിൽ മനസ്സിലാവാത്തവര് ഒന്നിങ്ങോട്ട് നോക്കിയേ. ഇതാണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്താ ഇതിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്? GAAATTC. ഇനി ഇത് ഞാൻ വായിച്ച ഡയറക്ഷൻ ഏതാ? 5' to 3' ഡയറക്ഷൻ അല്ലേ? ഇനി ഇതേ സെയിം ഡയറക്ഷൻ ഈ രണ്ടാമത്തെ സ്ട്രാൻഡിൽ ഞാൻ വായിക്കാൻ പോവാണ്. ഇവിടെ നിന്നാണ് 5' തുടങ്ങുന്നത് ആൻഡ് 3' ഇങ്ങോട്ടാണ് പോകുന്നത്. സോ ഇങ്ങനെയാണ് ഞാൻ ഇത് വായിച്ചതെങ്കിൽ ഇതും ഞാൻ അതേ രീതിയിൽ വായിക്കുകയാണ്. 5' to 3' ഡിറക്ഷനിൽ വായിച്ചു. GAAATTC കണ്ടോ, സെയിം ആണ് പാലിൻഡ്രോമിക് സീക്വൻസ്. അങ്ങനെ വായിച്ചാലും സെയിം ഡയറക്ഷനിൽ നമ്മൾ എങ്ങനെ വായിച്ചാലും, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡിറക്ഷനിൽ വായിച്ചാലും ഒരേപോലെ തോന്നിക്കുന്ന സീക്വൻസുകൾ. എന്താണ് ജിയും എയും ടിയും സിയും ഒക്കെ? നിങ്ങൾക്കറിയില്ലേ? ന്യൂക്ലിയോടൈഡ് ബേസുകളാണ് അതൊക്കെ. ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ ഡിഎൻഎയിലുള്ള ബേസുകളെയാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. അതാണ് പാലിൻഡ്രോമിക് സീക്വൻസ് ഫോം ചെയ്തിട്ടുള്ള പോലെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇവരെ നമ്മൾ സ്റ്റാഗേർഡ് ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുമെന്ന്. അപ്പൊ അവര് ഉള്ളിൽ നിന്നാണ് കട്ട് ചെയ്യുക ആൻഡ് സ്റ്റാഗേർഡ് ആയിട്ടുള്ള രീതി. അതായത് ഇതൊന്ന് നോക്കൂ, സിഗ്സാഗ് കണ്ടോ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തപ്പോ റിസൾട്ട് ചെയ്ത എൻഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇവിടെ ജി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നുമില്ല. പിന്നെ ഇതാ ഈ ജിയും അവിടെ നിന്നല്ല ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ എ മുതലുള്ള ഭാഗങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. AATTC. ആ ജി നഷ്ടപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ടത് ഞാൻ റൗണ്ട് ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തപ്പോ ഇത്രയും ഭാഗങ്ങള് നഷ്ടപ്പെട്ടു. ബാക്കിയുള്ള ഭാഗങ്ങള്
സ്റ്റിക്കി എൻസ് മാതിരി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ ജി നിൽക്കുന്നുണ്ട്, ആൻഡ് ഇവിടെ സി, ദെൻ ഇവിടെ ടി, ദെൻ ഇവിടെ അഗെയിൻ ടി, ദെൻ എ, ദെൻ അഗെയിൻ എ. ഇവിടെ ഒക്കെ ഉണ്ടായിരുന്ന ബോൺസ് ഒക്കെ ബ്രേക്ക് ആയി പോയി. ഇങ്ങനെ ബോൺസ് ബ്രേക്ക് ആയി പോയി. പക്ഷെ ഇവര് തമ്മിലുള്ള ബോൺസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതാണ് സ്റ്റാഗേർഡ് ക്ലീവേജിലുള്ള സ്റ്റിക്കി എൻസ് എന്ന് പറയുന്നത്. അടുത്ത് ബ്ലണ്ട് എൻഡ് ആണ് കാണിച്ചിട്ടുള്ളത്. കണ്ട, കേക്ക് മുറിക്കുന്ന പോലെ ഇങ്ങനെ ഒറ്റവെട്ടിന് പോയപ്പോ ഇത്രയും ഭാഗങ്ങൾ, ദാറ്റ് ഈസ് ഈ ഒരു ഭാഗം മൊത്തം പോയി. ബാക്കിയുള്ള ജി ജി സി സി, ജി ജിയും സി സിയും അത് അതുപോലെ തന്നെ ഞാൻ ബ്ലണ്ട് എൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓർ വേറെ രീതിയിലും ആവാട്ടോ. ഇത് 1 മിനിറ്റ്. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സൈഡിലുള്ളത് മാത്രം സ്റ്റിക്കി എൻസിൽ വന്നത്. ഇനി നേരത്തെ തിരിച്ചു ആവാം. അതായത് ഈ എൻഡിലുള്ള ഭാഗങ്ങള് സ്റ്റിക്കി എൻസിൽ വരാം, ബാക്കി ഈ ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ ഞാൻ റൗണ്ട് ചെയ്യാണ്. ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ മാത്രം എന്താണ് സ്റ്റിക്കി എൻസ് ആയിട്ട് വരും. അതാണ് ഈ ഓർ ഇട്ടിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. 2 പോസിബിലിറ്റി ഉണ്ട്, ഒന്നുകിൽ ഇവിടെ നിന്നാവാം അല്ലെങ്കിൽ അവിടെ നിന്നാവാം. അതൊന്ന് കാട്ടിയതാണ്. ഇത് തന്നെ ബ്ലണ്ട് എൻഡില് നേരത്തെ പോയത് ഈ ഒരു ഭാഗമാണെങ്കിൽ ഇനി ഈ പ്രാവശ്യം പോകുന്നത് ഈ ഒരു ഭാഗമായിരിക്കും. അപ്പൊ മറ്റേ ഭാഗം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഈ ഭാഗമാണ് ബാക്കി നിൽക്കുക. അപ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട് 2 സൈഡിൽ നിന്നുള്ളത്. അതൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു തന്നു എന്ന് വിചാരിക്കണം. ഈ ഒരു ഭാഗം ക്ലിയർ അല്ലേ? നല്ലോണം ക്ലിയർ ആയാൽ മാത്രമാണ് നെക്സ്റ്റ് പറയുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒന്നും ആലോചിക്കണ്ട, കണ്ണടച്ച് മനസ്സിൽ വിചാരിച്ചോ. സിഗ്സാഗ് സ്റ്റാഗേർഡ് കട്ടിംഗ് ആണെങ്കിൽ സ്റ്റിക്കി എൻസ്, ബ്ലണ്ട് കട്ടിംഗ് ആണെങ്കിൽ മീൻസ് ലീനിയർ കട്ടിംഗ് ആണെങ്കിൽ ബ്ലണ്ട് എൻഡിൽ പോലെയുള്ള DNA കിട്ടും. ക്ലിയർ? ഇത് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസിൽ എൻഡോന്യൂക്ലിയസിന്റെ മാത്രം പോസിബിലിറ്റിയിൽ വരുന്ന കട്ടിംഗ് ആണ് പറഞ്ഞത് കേട്ടോ. എക്സോന്യൂക്ലിയസിൽ ബ്ലണ്ട് എൻഡ് ഇല്ല, ഓൺലി സ്റ്റാഗേർഡ് ക്ലീവേജ് ആൻഡ് സ്റ്റിക്കി എൻഡ്സ്. ഈസ് ദാറ്റ് ക്ലിയർ? ഇനി ഇവിടെ ഒരു പോയിന്റ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താണ്. അതായത് ഇവിടെ ഉണ്ടോ ഈ ഒരു ഇതല്ല, ജി ആൻഡ് എ, ജിയും എയും ഈ ഒരു ഇതിന്റെ ഇടയിൽ മാത്രം വന്നിട്ടാണ് കട്ടിങ് വന്നിട്ടുള്ളത്, ജിന്റെയും എയുടെയും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച, നോക്കൂ, ഇറ്റ് വിൽ ക്ലീവ് അറ്റ് their own specific recognition sites which is 4 or 6 base pair length എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസ് ആണ് ഇത്. അതിന്റെ ഇൻ ബിറ്റ്വീൻ ഈ ജീന്റെ എയുടെ ഇടയിൽ വന്ന് മാത്രമാണ് ഇവര് കട്ട് ചെയ്യുള്ളൂ. ഇത് ഇക്കോ R1 എന്ന് പറയുന്ന ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇക്കോ R1 അങ്ങനെ ഒരു എൻസൈം വരുന്നു ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ഇത്. ഇവിടെ ഞാൻ പറഞ്ഞ ഇക്കോ R1 ആണ് ഈ ഒരു കട്ടിങ് നടത്തുന്നത്. പിന്നെ ഈ ഒരു ബ്ലണ്ട് എൻഡ് കട്ടിങ് നിങ്ങൾക്ക് ടെക്സ്റ്റിലില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് HEY3 എന്ന് പറയുന്ന വേറൊരു എൻസൈം, അത് നിങ്ങൾ പഠിക്കണ്ട, അത് കട്ട് ചെയ്യുന്ന രീതിയാണ് ഇത്. അപ്പോ നമുക്കിനി ഒട്ടും വൈകാതെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഫാക്ട്സ് അബൌട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു കുഞ്ഞു ഹിസ്റ്ററി ഉണ്ട്. എന്തുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ എൻസൈം എന്നൊരു പേരിട്ടത്? കട്ട് ചെയ്യുന്നവരെ ക്ലീവേജ് എൻസൈം എന്ന് വിളിച്ചാൽ പോരെ, എന്തിനാ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് വിളിക്കണേ? റീസൺ ഉണ്ട്. 1963 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊരു കുഞ്ഞ് പോർഷനായിട്ട് പറയുന്നുണ്ട്. 1963 2 സയന്റിസ്റ്റുകൾ നോട്ടീസ് ചെയ്തു 2 ഡിഫറെന്റ് എൻസൈം ഇൻ ഇക്കോളൈ ബാക്ടീരിയ. ഇക്കോളൈ ബാക്ടീരിയയിൽ 2 എൻസൈമുകൾ അവർ കണ്ടെത്തി. എന്താണത്? ഒന്ന് ന്യൂക്ലിയേസും മറ്റൊന്ന് മീഥൈലേസും. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പഠിക്കുന്ന ആ കാറ്റഗറി ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പോലെയുള്ള എൻസൈമാണ്. അവരെന്ത് ചെയ്തു? അവര് they restrict the growth of bacteriophages, വൈറസ് ഇൻഫെക്റ്റിംഗ് ബാക്ടീരിയ സെൽസിനാണ് ബാക്ടീരിയോഫേജസ് എന്ന് വിളിക്കുന്നത്. or any foreign DNA in E. coli cells by cutting viral DNA as a self protection mechanism. It's a protection mechanism. അതായത് ഇക്കോളൈ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന വൈറസുകൾ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ DNA അല്ലെങ്കിൽ ഫോറിൻ സബ്സ്റ്റൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അവരെ കഷ്ണം നുറുക്കി പൊടിച്ച് കളയാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈ ന്യൂക്ലിയേസ്. ആ ഒരു റെസ്ട്രിക്ഷൻ അവരുടെ ഗ്രോത്തിനെ അവര് റെസ്ട്രിക്ട് ചെയ്യുക, തടയുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നീട് ഈ ഒരു ന്യൂക്ലിയസ് എൻസൈമിനെ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് വിളിച്ചത്. അതോടൊപ്പം അവര് വേറൊരു എൻസൈം കൂടി അവരുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്തു. അതാണ് മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്ന മീഥൈലേസ് ടു ദ പെർട്ടിക്കുലർ ബേസസ് ഇൻ റെക്കഗ്നീഷൻ സീക്വൻസസ്. ദിസ് വിൽ അവോയ്ഡ് ദ ന്യൂക്ലിയസ് കട്ടിംഗ് ഓഫ് ദെയർ ഓൺ DNA. ഓൺ DNA സ്വന്തം DNA പ്രൊട്ടക്ട് ചെയ്യണ്ടേ ഈ ഇടിച്ചു പൊടിക്കണതിന്റെ ഇടയിൽ. അപ്പോ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, മീഥൈലേസിനെ ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ മീഥൈലേസ് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അവരുടെ DNA ഇപ്പൊ ഇതേ ന്യൂക്ലിയസ് എൻസൈമിന് പാലിൻഡ്രോമിക് സീക്വൻസിലാണ് അവർ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഞാനൊരു GA അങ്ങനത്തെ നേരത്തെ പരിചയപ്പെട്ട പോലത്തെ സീക്വൻസ് ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആ സീക്വൻസ് കാണുമ്പോഴാണ് ന്യൂക്ലിയസിന് മനസ്സിലാവുക ഇവിടെ കട്ട് ചെയ്യണം എന്ന്. മീൻസ് അങ്ങനെ ഒരു ഫോറിൻ DNA ഉണ്ടാവണം, അതായത് ഒരു ഐഡന്റിഫൈ ചെയ്ത് കട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇതേ സെയിം സീക്വൻസ് ഹോസ്റ്റിൽ, അതായത് ഇത് ഉണ്ടാക്കിയ ഹോസ്റ്റിന്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അവർ ആ സ്വന്തം DNA കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, CH3 ഓക്കെ ഇറ്റ് വിൽ മീഥൈലേറ്റ് ദാറ്റ് സം പെർട്ടിക്കുലർ ബേസിസ്. ആ ഒരു റെക്കഗ്നീഷൻ സീക്വൻസ് പാലിൻഡ്രോമിക് സീക്വൻസിൽ വരുന്ന ചില പെർട്ടിക്കുലർ ബേസുകളെ മാത്രം മീഥൈലേറ്റ് ചെയ്യും, മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ആ മീഥൈൽ ഗ്രൂപ്പ് കിട്ടുമ്പോൾ ഈ പറയുന്ന ബേസ് ഒക്കെ എന്താ പറയാ, അതിനൊന്നും ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിനോട് ഇതുണ്ടാവില്ല, മീൻസ് യോജിക്കാൻ പറ്റില്ല. അപ്പൊ ന്യൂക്ലിയസ് എൻസൈമിന് ഒരിക്കലും മീഥൈലേറ്റഡ് ആയിട്ടുള്ള ബേസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, അവരെ ക്ലീവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്വന്തം DNA അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് എന്റെ കുഞ്ഞൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതൊരു 3 സെന്റൻസിലാണ് കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ഇതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈം അഥവാ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇക്കോളൈ സെൽസിൽ നിന്നുമാണ്, അവരിൽ നിന്നുമാണ് നമ്മൾ ഇത് ബയോടെക്നോളജിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് HindII ആണ്. HindII ആൻഡ് ഇതിന്റെ റെക്കഗ്നൈസ് ചെയ്യുന്നത് 6 ബേസ് പെയർ ലെങ്തിന് മാത്രമേ ഇവര് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. അതായത് ഇവർ റെക്കഗ്നൈസ് ചെയ്യുന്ന പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത് 6 ബേസ് പെയർ ലെങ്തിന്റെ നീട്ടുള്ള ഒരു DNA ആയിരിക്കും. ആൻഡ് ടേം റെസ്ട്രിക്ഷൻ, അപ്പൊ HindII എന്ന് ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. ഇനി ദ ടേം റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് വാസ് കോയിൻഡ് ബൈ ലീഡർബർഗ് ആൻഡ് മീസൽസൺ എന്ന് പറഞ്ഞ 2 സയന്റിസ്റ്റ് ആണ് ഇത് കൊണ്ടുവന്നത്. സ്മിത്ത്, നാഥൻസ് ആൻഡ് ആർബർ ഇവരാണ് റെസ്ട്രിക്ഷൻ, ഈ ഇറ്റിനെ ഉദ്ദേശിച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ഈ സ്മിത്ത്, നാഥൻസ്, ആർബർ ആണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നുള്ള പേരിട്ട് കൊടുത്തത് ലീഡർബർഗ് ആൻഡ് മീസൽസൺ ചേർന്നിട്ടാണ്. ആദ്യം കണ്ടെത്തിയത് HindII-നെയാണ്. HindII ഈ ഒരു റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ആണ് ഫസ്റ്റ് കണ്ടെത്തിയത്. റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയൊക്കെ ആലോചിക്കുക, അവർ പാലിൻഡ്രോമിക് സീക്വൻസിനെ മാത്രമേ ഐഡന്റിഫൈ ചെയ്യുള്ളൂ. അവർക്ക് ഒരു പെർട്ടിക്കുലർ ബേസ് ലെങ്തിലുള്ള സീക്വൻസ് കിട്ടണം, അതിൽ പെർട്ടിക്കുലർ ബേസ് പെയറിന്റെ ഇടയിൽ മാത്രമേ അവർ ക്ലീവ് ചെയ്യുള്ളൂ. അവർക്ക് ഒന്നുകിൽ സ്റ്റിക്കി എൻഡ് കട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബ്ലണ്ട് എൻഡ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് കണ്ടെത്തിയ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ HindII ആണ്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വയ്ക്കാം. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഒപ്പം ഒന്ന് നോട്ട് ചെയ്ത് പോണേ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. ഓക്കെ, ഇനി എന്തുകൊണ്ട് നമുക്ക് നെയിം എൻസൈമിന് പേര് കൊടുക്കുമ്പോൾ ചില പ്രത്യേക പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യുന്നു. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ, ഇക്കോ R1, പാം H1, ഇതൊക്കെ എന്താ പറയാ, നമുക്കൊരു പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റണില്ലേ പേരുകളൊന്നും, അല്ലെ? പക്ഷെ ഇതിന് പിന്നിലൊക്കെ ഒരു റീസൺ ഉണ്ട്. നമ്മൾ കെമിസ്ട്രിയില് പ്രോട്ടോകോള് പഠിച്ചിട്ടില്ലേ? ഇപ്പൊ ബ്യൂട്ടനോൾ, എത്തനോൾ, പ്രൊപ്പൻറ്റുവോൾ, ഇതൊക്കെ നമ്മൾ നെയിം ചെയ്യാൻ ഒരു പ്രോട്ടോകോൾ പഠിക്കണം. അതുപോലെ ഇവിടെ ബയോളജിയില് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് നെയിമിങ് ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആദ്യ പ്രോട്ടോകോൾ പറയാം, എന്നിട്ട് നിങ്ങൾക്ക് ഓരോന്നും ഞാൻ പറഞ്ഞുതരാം.
3 പ്രോട്ടോക്കോളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അതില് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്, അതായത് ഒരു ഇറ്റാലിക്സ് ഉണ്ടാവും, ഇറ്റാലിക് വേർഡ് ഉണ്ടാവും. 3 ലെറ്റർ കോഡാണ്, അത് ഇറ്റാലിക്സിൽ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ഇക്കോ R1 നോക്കുകയാണെങ്കിൽ ഇതിൽ ഇക്കോ എന്നുള്ളത് മാത്രം ഇറ്റാലിക്സിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റാലിക്സിൽ ബയോളജിയിൽ എന്ത് എഴുതിയാലും അതൊരു സയന്റിഫിക് നെയിം ആണെന്ന് നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഫോളോവ്ഡ് ബൈ എ റോമൻ ന്യൂമറൽ. റോമൻ ന്യൂമറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി എനിക്കിവിടെ റോമൻ ന്യൂമറൽ ലെറ്റർ കിട്ടിയില്ല. റോമൻ ന്യൂമറൽ നിങ്ങൾ എപ്പോഴും എക്സാമിലൊക്കെ ഇത് എഴുതാൻ പാടുള്ളൂ കേട്ടോ. 1, 2, നിങ്ങൾക്കറിയില്ലേ 3rd, 4th ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് അറിയില്ല. നമ്മുടെ ഡിവിഷൻ സ്റ്റാൻഡേർഡ് ചോദിക്കുമ്പോൾ നമ്മൾ 1B, 3rd A, 4th B എന്നൊക്കെ നമ്മൾ എഴുതാറില്ലേ, അതുപോലത്തെ ഇതാണ് ഇതിൽ വരുന്നത്. അപ്പോ നിങ്ങൾ അങ്ങനത്തെ റോമൻ ലെറ്റേഴ്സ് മാത്രം എഴുതാട്ടോ. എനിക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റിയില്ല, സോറി, എക്സ്ട്രീംലി സോറി, അത് ആഡ് ചെയ്യാൻ പറ്റാത്തതിൽ. പിന്നെ നിങ്ങൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ 3 ഇറ്റാലിക് എഴുതിയ ലെറ്റേഴ്സ് ഫോളോഡ് ബൈ എ റോമൻ ന്യൂമറൽ. അപ്പൊ അതിൽ 3 ഇറ്റാലിക് വേർഡ്സില്, ഈ 3 ഇറ്റാലിക് വേർഡ്സില് ഫസ്റ്റ് വരുന്ന വേർഡ്സ് അല്ല, സോറി, ലെറ്ററിൽ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ജീനസ് നെയിം ആയിരിക്കും. നിങ്ങൾക്ക് ജീനസ് നെയിം, സ്പീഷീസ് നെയിം എന്താന്ന് +1 നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ അപ്പോ ജീനസ് നെയിം ആയിരിക്കും. ഇപ്പൊ ഇക്കോളൈ അല്ലെങ്കിൽ എസ്റ്ററീഷ്യ കൊളൈ, അത് ഒരു ബാക്ടീരിയയുടെ പേരല്ല, അതിൽ എസ്റ്ററീഷ്യ അതാണ് ജീനസ് നെയിം, കൊളൈ അതാണ് സ്പീഷീസ് നെയിം. അപ്പൊ അതാണ് എന്താ ജീനസ് നെയിം സ്പീഷീസ് നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഇക്കോ R1 എന്ന് പറയുന്നത്, അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇക്കോ, ഇതിലെ ഇക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്ററീഷ്യ കൊളൈ, ഇക്കോളൈയുടെ ഇക്കോയാണത്. അതിൽ E4 എസ്റ്ററീഷ്യ ദ ജീനസ് നെയിം, സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റേഴ്സ് ദാറ്റ് ഇസ് കോ എന്ന് പറഞ്ഞാൽ സ്പീഷീസ് നെയിം ദാറ്റ് ഇസ് കൊളൈ. പിന്നെ വരുന്ന റോമൻ നമ്പർ ഇല്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഇൻ വിച്ച് എൻസൈംസ് ഐസൊലേറ്റഡ് ഫ്രം ബാക്ടീരിയ. എസ്റ്ററീഷ്യ കൊളൈ RY13 എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയിൽ നിന്നുമാണ് അതിൽ R എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിൽ അതെന്തെന്നറിയോ, അത് ബാക്ടീരിയയുടെ സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ വെച്ച് കഴിഞ്ഞാൽ പലതരം ബാക്ടീരിയ ഉണ്ട്. ഇപ്പോ പശുക്കള് തന്നെ പലതരം ഉണ്ടെന്ന് നമ്മൾ പറയും അല്ല, കോഴികൾ പലതരം, തെങ്ങ് പലതരം, അതുപോലെ തന്നെ ബാക്ടീരിയ പലതരം. അതുപോലെ അതിൽ RY13 എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയയുടെ സ്ട്രെയിൻ കാണിക്കാനാണ് R എന്നിട്ടുള്ളത്. ദെൻ 1 എന്ന് പറയുന്നത് ദ ഫസ്റ്റ് എൻസൈം ഒബ്റ്റെയിൻഡ് ഫ്രം ഇക്കോളൈ എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഓർഡർ ഇൻ വിച്ച് എൻസൈംസ് ഐസൊലേറ്റഡ് ഫ്രം ബാക്ടീരിയ. അപ്പോ ഇക്കോളൈ ബാക്ടീരിയയിൽ ആദ്യം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത റെസ്ട്രിക്ഷൻ എൻസൈം ആയതുകൊണ്ട് റോമൻ ന്യൂമറൽ 1 എന്ന് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ ഒന്നും കൂടി പറയാം. 3 ഇറ്റാലിക് ലെറ്റേഴ്സ്, അതിൽ ഫസ്റ്റ് ലെറ്റർ ജീനസ് നെയിം ഓഫ് ദാറ്റ് എന്താ ബാക്ടീരിയ ഹോസ്റ്റ് സെൽ, ദെൻ സ്പീഷീസ് നെയിം ആയിരിക്കും സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റർ, ദെൻ ഒരു സ്ട്രെയിൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ടായിരിക്കും R എന്ന് പറഞ്ഞിട്ട്. പിന്നെ വരുന്നത് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻ ന്യൂമറൽസ് പോലെയാണ്. ദാറ്റ് ഈസ് ഏത് ഓർഡറിലാണ്, ആദ്യം എക്സ്ട്രാക്ട് ചെയ്ത എൻസൈം ആണോ, രണ്ടാമത് എക്സ്ട്രാക്ട് ചെയ്തതാണോ, മൂന്നാമതാണോ, നാലാമതാണോ, അതൊക്കെ പറയുന്ന ഒരു എന്താ പറയുക റോമൻ ലെറ്റർ ഉണ്ടായിരിക്കും. ഇത്രയാണ് പ്രോട്ടോകോൾ ഓഫ് നെയിമിങ് എൻസൈംസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുക ഹിന്റ് 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹിന്റ് 2 നേരത്തെ കേട്ടില്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയാം, മറ്റൊരു എക്സാമ്പിൾ പറയാം. ഹിന്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ, അതാണ് ഹിന്റ്. H എന്ന് പറഞ്ഞ ഹീമോഫിലസ്, ഇന്റ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസ എന്നുള്ള അർത്ഥത്തിലാണ്. അതിൽ RD എന്ന് പറയുന്ന ഒരു സ്ട്രെയിൻ ആണ് ഈ ബാക്ടീരിയയുടെ വരുന്നത്. അപ്പൊ അതിന്റെ D എന്ന് പറയുന്ന ലെറ്റർ. അപ്പോൾ അങ്ങനെയാണ് HIND വന്നിട്ടുള്ളത്. ദെൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് അതിൽ എക്സ്ട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ രണ്ടാമത് അതിൽ എക്സ്ട്രാക്ട് ചെയ്ത എൻസൈം എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അങ്ങനെയാണ് ഓരോ പേര് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ BAMH1, അതായത് ബസില്ലസ് അമിലോലിക്വിഫേഷ്യൻസ് H എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്ത എൻസൈം ആയതുകൊണ്ട് അങ്ങനെ പേരിട്ട് വിളിക്കുന്നു. അതുപോലെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ PS31 പ്രൊവിഡൻഷ്യ സ്റ്റുവാർട്ടി,
എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തതാണ്. സ്ട്രെപ്റ്റോമൈസിസ് ആൽബസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത സാൽവൺ. അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾ. കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല, ഇക്വാർവൺ മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഇതിനെ പറ്റിയിട്ട് ചിലപ്പോൾ ചോദ്യവും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പ്രോട്ടോകോളൊക്കെ പറയാൻ സാധ്യതയുണ്ട്. നിങ്ങളെല്ലാം പഠിക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പാലിൻഡ്രോമിക് സീക്വൻസിന്റെ ഒരു ഡെഫിനിഷൻ അവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നേരത്തെ പരിചയപ്പെട്ടത് ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് വേഗം ഓടി ഓടി വായിക്കാൻ പറ്റും. Those sequences which are same if we read the two strands in same direction തന്നെ വായിക്കണം. രണ്ടും 5' 3' ഡയറക്ഷനിലോ അല്ലെങ്കിൽ 3' 5' ഡയറക്ഷനിലോ വായിക്കണം. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ വായിച്ചാൽ സെയിം ആയിട്ട് തന്നെ കാണുന്ന സീക്വൻസിനെയാണ് പാലിൻഡ്രോമിക് സീക്വൻസ് വിളിക്കുന്നത്. ലൈക്ക് മലയാളം നൂൺ എന്നുള്ള അക്ഷരം പോലെ. ഇപ്പൊ നോക്ക്, GAATTC, GAATTC. ഇനി ഇവിടുന്ന് വായിക്കൂ, GGCC, GGCC. ഇതാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. ഇക്വാർബൺ കട്ട് ചെയ്യുന്നത് ഈ ജിന്റെയും എയുടെയും ഇൻ ബിറ്റ്വീനിലായിട്ടാണ് എപ്പോഴും കട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടു, പാലിൻഡ്രോമിക് സീക്വൻസിൽ ജിയുടെ ഇടയിലായിട്ട് കട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. ദെൻ സ്റ്റാഗേർഡ് ക്ലീവേജിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. റിസൾട്ട്സ് ഇൻ സ്റ്റിക്കി എൻഡഡ് DNA സ്ട്രാൻഡ്സ്, അത് ഞാൻ പറഞ്ഞതാണ്. ഇറ്റ് മീൻസ് എ സിംഗിൾ സ്ട്രാൻഡഡ്. ഈ സ്റ്റിക്കി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അത് എന്താ അർത്ഥാക്കണമെന്ന് അറിയാം. ഇറ്റ് മീൻസ് എ സിംഗിൾ സ്ട്രാൻഡഡ് പോർഷൻസ് ആർ ഓവർ ഹാങ്ങിങ് at the ends of one strand. അതായത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയും പിന്നെ ഇങ്ങനെയായിട്ടാണ് സ്റ്റിക്കി എൻഡ്സ് കിട്ടുക. അതായത് ഒരു സ്ട്രാൻഡിൽ മാത്രം ഓവറായിട്ടൊരു ഹാങ് ചെയ്ത് നിൽക്കുക. ഓവർ ഹാങ് ചെയ്യുക മീൻസ് തൂങ്ങി നിൽക്കണ പോലെ ഒരു DNA സ്ട്രക്ചർ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും. അങ്ങനത്തെയാണ് നമ്മൾ സ്റ്റിക്കി എൻഡ്സ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് സ്റ്റിക്കി? Because they can form hydrogen bonds with their complementary cut counterparts. അതായത് ഇവരെ സ്റ്റിക്കി എന്ന് വിളിക്കാൻ കാരണം ഇപ്പൊ ഇവർക്ക് ഇവിടെ ഓൾറെഡി ഒരാളുണ്ടായിരുന്നല്ലോ മുന്നേ, ഇവരുടെ കോംപ്ലിമെന്ററി നിന്നിരുന്ന DNA സ്ട്രാൻഡ്. ആ DNA സ്ട്രാൻഡിനെ തന്നെ അവർക്ക് വീണ്ടും കിട്ടുകയാണെങ്കിൽ അവർക്ക് ഈ ബോണ്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് ബോണ്ട് ഇനിയും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ ബോണ്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് വീണ്ടും വീണ്ടും ഒട്ടി ചേരാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റിയ DNA ഒരിക്കലും കൊടുക്കില്ല. പകരം അതൊരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ആയിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോ അവർ വീണ്ടും സ്റ്റിക്കി ആയതുകൊണ്ട് അവർക്ക് വീണ്ടും ആ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ഒട്ടിച്ചേരാൻ പറ്റും. അതുകൊണ്ടാണ് സ്റ്റിക്കി എന്ന് വിളിക്കുന്നത്. ദെൻ എൻസൈം DNA ലൈഗേസ് ആണ് ആ ഒരു സ്റ്റിക്കിനെസ് യൂസ് ചെയ്തിട്ട് വീണ്ടും ഒരു റീകോമ്പിനേഷൻ പോസിബിൾ ആക്കുന്നത്. മനസ്സിലായോ?